അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരാമീറ്ററൈസേഷൻ ഓഫ് പ്ലെയിൻ കർവ്സ്. അപ്പം ഇത്രയും നേരം നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, അതായത് x, y വെച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പോയിന്റിന്റെ ലൊക്കേഷനാണ്. അതായത് ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് പറയുന്നത് ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്ന് പറയുന്ന സാധനം. പക്ഷേ ഈ പറഞ്ഞ പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, അതായത് ഒരു പാത്ത് ട്രേസ് ചെയ്യാം, ഒരു പാത്ത് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഈ സാധനത്തിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അതിന് മൂന്നാമത്തെ ഒരു സാധനം കൂടെ വേണം, ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. വിത്ത് റെസ്പെക്ട് ടു ദിസ് ഈ പോയിന്റിലാണ് ഇത് എന്ന് പറഞ്ഞ് നമ്മൾ പറയാനുള്ള സാധനമില്ലേ, അതാണ് നമ്മൾ ടൈം ടി എന്ന് പറയുന്ന സാധനം. ടി ആണ് നമ്മുടെ പാരാമീറ്റർ. ഓക്കെ, അപ്പം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് യൂസ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ പൊസിഷൻ, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വെച്ചിട്ട് പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് പാരാമീറ്ററൈസേഷൻ. ഓക്കെ, അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സും വൈയും കണ്ടിന്യൂസ് ആണ്, എക്സും വൈയും കണ്ടിന്യൂസ് ആണ്, ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിനെ ഫങ്ഷൻ ഓഫ് ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആയിട്ടും വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി ആയിട്ടും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഓവർ ദ ഇന്റർവെൽ. ഒരു ഇന്റർവെൽ പറയണം നമ്മൾ. അതിപ്പം ഫോർ എക്സാമ്പിൾ എ ടു ബി ആണ് ഇന്റർവെൽ എങ്കിൽ ഇതാണ് നമ്മുടെ ഇന്റർവെൽ. ഈ ഇന്റർവെല്ലിൽ എക്സിന്റെ ഫംഗ്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആണ്, വൈന്റെ ഫംഗ്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ നമ്മൾ എങ്ങനെ പറയുന്നത് ചോദിച്ചാൽ എക്സ് വൈ ഈക്വൽ ടു, ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്, പാരാമെട്രിക് കോർഡിനേറ്റ്സ്. എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ജി ഓഫ് ടി. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്ന സാധനം. നമ്മൾ എക്സിനും വൈക്കും പകരം ഫങ്ഷൻ ഓഫ് ടിയും ഫങ്ഷൻ ഓഫ് ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന എക്സിനെയും വൈയിലും രണ്ട് ഫംഗ്ഷനാണ് എഫും ജിയും. ഓക്കെ, ഇതാണ് പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്ന സാധനം. ഇതിനകത്ത് ടി എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. വിത്ത് റെസ്പെക്ട് ടു ആരാണോ നമ്മൾ പറയുന്നത് അത് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിന് നമ്മൾ പറയുന്നത് ഒരു ഇന്റർവെല്ലിലാണ്, എ ടു ബി. ഇൻ ദ ഇന്റർവെൽ എ ടു ബി ഈ ഫംഗ്ഷൻ രണ്ടും കണ്ടിന്യൂസ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഇന്റർവെൽ ഐനെയാണ് നമ്മൾ പാരാമെട്രിക് ഇന്റർവെൽ എന്ന് പറയുന്നത്. പാരാമെട്രിക് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോയിന്റ്, അതായത് ഇനീഷ്യൽ പോയിന്റ്, ഫൈനൽ പോയിന്റ്, എഫ് ഓഫ് എ എഫ് ഓഫ് ജി ഓഫ് എ. ഈ പോയിന്റ്, ഈ ഒരു കോർഡിനേറ്റ് ഉണ്ടല്ലോ, ഇതായിരിക്കും നമ്മൾ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ പോയിന്റ്. ഇനി ഇതിന്റെ എൻഡിങ് പോയിന്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് ഇന്റർവെൽ, എഫ് ഓഫ് ബി ജി ഓഫ് ടി. ഇതിനെയാണ് നമ്മൾ ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നത്. ടെർമിനൽ പോയിന്റ് നോട്ടിലുണ്ട് കേട്ടോ. ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റ് ഓഫ് ദ കർവ്. അടുത്തത് നമ്മളൊരു പാരാമെട്രിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗർ എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഒരു കർവാണ്, അത് എന്ത് കർവാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ് എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു സൈൻ ടി. ഇൻ ദ ഇന്റർവെൽ 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്റർവെൽ. ഇത് നമ്മൾ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അറ്റ് പീക്ക് എവിടെ തൊട്ട് ഏറ്റവും ചെറിയ, അതായത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ, അതായത് ടി ഈസ് ഈക്വൽ ടു 0 എന്താ സംഭവിക്കുന്നത്, എക്സ് വാല്യൂ എന്താണ്. എക്സ് എന്ന് പറഞ്ഞാൽ ടിക്ക് 0 ഇട്ട് കൊടുക്കുന്നു, എക്സ് ഈക്വൽ ടു cos 0. cos 0 എത്രയാണ് 1.
എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു സൈൻ ടിക്ക് 0 ഇട്ട് കൊടുക്കുന്നു, സൈൻ 0 ഇസ് ഈക്വൽ ടു 0. ഇവിടുത്തെ കോർഡിനേറ്റ് 1,0 എന്നുള്ളതാണ്. ഓക്കെ, അറ്റ് ടി ഇസ് ഈക്വൽ ടു ഇത് നമുക്ക് എന്താ അറിയാമെന്ന് 5/4 അറിയാമല്ലേ. 5/4 വേണ്ട, 5/2 ഇട്ട് കൊടുക്കുക, അല്ലെ 3 അപ്പോൾ 2π വരെ എത്തണ്ടേ. അപ്പോൾ 5/2 ഇല്ല, എക്സ് ഈസ് ഈക്വൽ ടു കോസ് π/2. കോസ് π/2 എന്ന് പറഞ്ഞാൽ കോസ് 90 0. y is equal to sin π/2, that is sin 90 1. അപ്പം നമ്മുടെ കോർഡിനേറ്റ് 0,1. നെക്സ്റ്റ് അറ്റ് t is equal to pi, x is equal to cos pi, that is equal to -1. y is equal to sin pi, that is equal to 0. Then the coordinate is -1,0. At t is equal to 3π/2. x is equal to cos 3π/2. cos 3π/2 എന്ന് പറഞ്ഞാൽ cos 270. cos 270 എന്ന് പറഞ്ഞാൽ cos 270 എന്ന് പറഞ്ഞാൽ താഴെയല്ലേ വരുന്നത്. അപ്പം മൈനസ് അല്ല, കോസ് 0 ആയിരിക്കും. y is equal to sin 3π/2, that is equal to -1 ആയിരിക്കും. 0, -1 എന്നുള്ളതായിരിക്കും നമ്മുടെ കോർഡിനേറ്റ്. അടുത്തത് 2π വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നോക്കാനില്ലല്ലോ. 2π വരുമ്പോൾ cos 2π എന്ന് പറഞ്ഞാൽ അഗെയിൻ 0 എന്താണോ അത് തന്നെ ആയിരിക്കും. ഇപ്പോൾ t = 0 എന്താണോ അത് തന്നെ ആയിരിക്കും t = 2π വരുന്നത്. cos 0 1, sin 0 അല്ല cos 2π 1, sin 2π 0 എന്ന് പറഞ്ഞിട്ട് വരും. അത് നമ്മൾ ചെയ്ത് നോക്കുന്നില്ല, അപ്പോൾ എഴുതി വെക്കണം, വേണം എക്സാമിന് എഴുതി വെക്കണേ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ട്രേസ് ചെയ്യാം. ട്രേസ് ചെയ്യുമ്പോൾ 1,0 എന്ന് പറഞ്ഞ പോയിന്റ് ഏകദേശം ഇവിടെ ആയിട്ട് വരും. 1,0. അടുത്തത് 0,1. അപ്പം 0,1 എന്ന് പറഞ്ഞ് ഇവിടെ വരും 0,1. നെക്സ്റ്റ് -1,0 ഇവിടെ വരും -1,0. അടുത്തത് 0,-1 ഇവിടെ വരും. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞു അറ്റ് t = 0 എന്നുള്ളതാണ് 2πയിൽ വരുന്നത്. 1,0 തന്നെ വരും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ പോയെ, നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഇതൊരു സർക്കിളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ഇക്വേഷൻ തരും, ഇൻ്റർവെല് തരും, ഈ പറഞ്ഞ പാത്ത് ട്രേസ് ചെയ്യുക. ഇതായിരിക്കും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പാർട്ട് ചെയ്ത്. ഓക്കെ, വെച്ചോ, കട്ട് ചെയ്തു.